നമസ്കാരം. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള യാത്രയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ എല്ലാ പാർട്ടികളും. ഇപ്പോൾ മുസ്ലിം വോട്ട് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി SDP-ക്ക് ഒരു സീറ്റ് നൽകുകയാണ് അണ്ണാ DMK സഖ്യം. തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് നിരീക്ഷകർ തന്നെ പറയുന്നു. BJP-യുമായുള്ള ബന്ധത്തിൽ അകന്ന മുസ്ലിം വോട്ടർമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു ശ്രമം, പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രവുമായിട്ടാണ് തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള അണ്ണാ DMK ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അണ്ണാ DMK ഈ BJP-യുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഒരു 5 മാസത്തിന് ശേഷമാണ് പാർട്ടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. മറ്റു കക്ഷികളുമായിട്ടൊക്കെ ഇപ്പോൾ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, വലിയ സഖ്യമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണ്ണാ DMK. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് ഈ SDPI എന്ന് പറയപ്പെടുന്നത്. അതായത് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന SDPI. ആ SDP-യുമായിട്ടാണ് ഇപ്പോൾ ചേരുന്നത്. മാത്രമല്ല, അന്തരിച്ച വിജയകാന്ത് സ്ഥാപിച്ച ദേശീയ ദ്രാവിഡ മുർപോക്ക് കഴകം, അതായത് DMDK എന്ന് പറയപ്പെടുന്ന സംഘടന, ദളിത് കക്ഷിയായിട്ടുള്ള പുതിയ തമിഴകം എന്നീ പാർട്ടികളുമായിട്ടാണ് അണ്ണാ DMK ഇപ്പോൾ ഒരു പുതിയ സഖ്യം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. SDP-ക്കും പുതിയ തമിഴകത്തിനും ഓരോ സീറ്റ് നൽകിക്കൊണ്ടായിരുന്നു അണ്ണാ DMK പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അണ്ണാ DMKക്ക് ഈ DMDK എന്ന് പറയപ്പെടുന്ന സഖ്യകക്ഷിക്ക് 5 സീറ്റ് വരെ നൽകിയിരിക്കുകയാണ്, വിജയകാന്തിൻ്റെ പാർട്ടിക്ക്. ഇതിൽ SDP-യുമായുള്ള സഖ്യം തികച്ചും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഈ അകന്നു പോകപ്പെട്ട കുറേ മുസ്ലിം വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് അണ്ണാ DMKയിൽ നിന്നും അകന്നുപോയി എന്നവർ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, തങ്ങൾക്ക് BJP-യോട് ചായ്വില്ല എന്നും അത്തരത്തിലുള്ള DMKയുടെ പ്രചാരണത്തിനുള്ള മറുപടി നൽകുവാനും വേണ്ടിയിട്ടാണ് ഈ SDP-യുടെ അല്ലെങ്കിൽ SDP-യുമായിട്ട് ചേർന്നുകൊണ്ടൊരു സഖ്യത്തിലൂടെ അണ്ണാ DMK മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ SDP-യുമായി സഖ്യത്തിലാകുമ്പോൾ മുസ്ലിം വോട്ടുകൾ നേടാനാകുമെന്ന് ചിന്തിക്കുന്ന അണ്ണാ DMKയുടെ ഒരു ശ്രമം അത് പരാജയപ്പെടില്ലേ എന്നുള്ളതാണ്. കുറെ കൂടി മൃദു സമീപനമുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോൾ DMKയുടെ പക്ഷത്താണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാൻ എങ്ങനെയാണ് അണ്ണാ DMKക്ക് കഴിയുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചോദിക്കുന്ന ചോദ്യം. ഇത് പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുകയാണ്. കാരണം ഇതൊരിക്കലും ഒരു പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ BJP-യോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് ഈ തീവ്ര മുസ്ലിം പാർട്ടിയോട് ചേരുക എന്ന് പറയപ്പെടുന്നത് അനുയോജ്യമല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെ മാറി മറിയാണ്ട്. തമിഴ്നാട്ടിലെ ജനസംഖ്യയുടെ ഏകദേശം 5.86% വരുന്ന മുസ്ലിങ്ങൾ അവർ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. രാമനാഥപുരം പോലുള്ള ജില്ലയിലൊക്കെ ആണെങ്കിൽ ഏകദേശം 15% വരുന്ന മുസ്ലിങ്ങളുണ്ട്. അരിയല്ലൂർ ജില്ലയിലാണെങ്കിൽ 1.09% മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടുള്ള NIA റെയ്ഡുകൾ, ഒപ്പം തന്നെ അതിൻ്റെ നിരോധനം, ഇവയൊക്കെ തുടർന്ന് നേതാക്കളുടെ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. SDP-ക്ക് മുസ്ലിം സമുദായത്തിനുള്ളിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സൂചനകൾ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം SDP-യുടെ ഉയർച്ച, ഈ സഹതാപത്തിലാണ് അത്തരത്തിലെ മുസ്ലിങ്ങളുടെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് പാർട്ടിക്ക് ലഭിക്കുമെന്ന് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് മുതലെടുക്കുവാനുള്ള ഒരു ശ്രമം കൂടി അണ്ണാ DMK നടത്താൻ പോകുന്നത്. പക്ഷേ അത് പൂർണ്ണ പരാജയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം, അധികാരത്തിൽ നിന്ന് ഇറങ്ങി 10 വർഷത്തിന് ശേഷമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടതാണ്. പാർട്ടിയുടെ അവസാന വാക്കായിട്ടുള്ള ജയലളിത, ആ ജയലളിത ഇല്ലാതിരുന്നിട്ട് കൂടി അവർക്ക് ഏകദേശം 33% വോട്ടും 66 സീറ്റുകളും നേടിയെടുക്കുവാൻ കഴിഞ്ഞു അണ്ണാ DMK എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്. ഭരണത്തിലേറിയ DMK മുന്നണി നേടിയ വോട്ടിനേക്കാൾ ഏകദേശം വെറും 4% വോട്ടിൻ്റെ കുറവ് മാത്രമാണ് അണ്ണാ DMKക്ക് ഉള്ളത് എന്നതാണ്. ഇത് പക്ഷേ അണ്ണാ DMKക്ക് ഇപ്പോഴും ശക്തമായിട്ടുള്ള വേരുകളുണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് അണ്ണാ DMK കരുതുന്നത്. ഈ നേരിയ വ്യത്യാസമാണ്, ഈ 4% വ്യത്യാസം. ഈ നേരിയ വ്യത്യാസം പുതിയ സഖ്യത്തിലൂടെ മറികടക്കാമെന്നാണ് നേതാക്കളുടെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. അത് പക്ഷേ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യം ഒത്തുവന്നാൽ തന്നെ BJP-യുമായി സഖ്യത്തിലാകാനും ഈ അണ്ണാ DMK എന്ന് പറയപ്പെടുന്ന പാർട്ടി മടിക്കില്ല. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SDP-ഐ എന്ന് പറയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള നിരോധിത സംഘടനയുടെ മുഖമുള്ള ഒരു പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ച് ആ
പ്രസ്ഥാനത്തിന് ഒരു സീറ്റ് നൽകി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത്. അതൊരിക്കലും ഭൂഷണമല്ല ഈ പറയുന്ന DMK എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്. നിരോധിത സംഘടനകളെ വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? നിരോധിത സംഘടനകൾ ഇപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ആയിക്കോട്ടെ, അവരുടെ വോട്ടുകൾ നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്തട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ 5 മാസത്തിന് മുൻപ് വരെ BJPയുമായി ഹിന്ദുത്വ സമീപനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിരുന്ന DMKക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തീവ്ര മുസ്ലിമിസ്റ്റ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഉള്ള SDPI പോലുള്ളൊരു പ്രസ്ഥാനവുമായി യോജിച്ചു പോകാൻ കഴിയുക എന്നുള്ളതാണ്. തികച്ചും അധികാര കൊതിയന്മാരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ഈ രാഷ്ട്രീയം മാറുന്നു. ഞാൻ ആദ്യം കണക്കുകൾ സൂചിപ്പിച്ച പോലെ 2021 തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കപ്പെട്ട 38% വരുന്ന അതിനകത്ത് വരുന്ന വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അന്നും BJPയോടൊപ്പം സഖ്യം ചേർന്ന് നിന്നുകൊണ്ട് അതുകൊണ്ട് മാത്രം ലഭിച്ച വോട്ടുകളാണ്. അല്ലാതെ DMKയുടെ വേരുകളങ്ങ് ആഴത്തിലിറങ്ങിയതുകൊണ്ട് ലഭിക്കുന്നതല്ല. DMKക്ക് കിട്ടിയതിൻ്റെ 4% വോട്ടുകൾ മാത്രമാണ് കുറവായി തോന്നുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും മനസ്സിലാക്കേണ്ടത് അന്ന് ഇവരോടൊപ്പം നിൽക്കുവാനായി ഹിന്ദു സമീപനം സ്വീകരിച്ചിരുന്ന BJPയുടെ പിന്തുണയുണ്ടായിരുന്നു. ആ BJPയുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് 36, 37, 38% വോട്ട് നേടിയെടുക്കുവാനും അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുവാനും DMKക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ BJPയോടൊപ്പം അല്ലാതെ നിൽക്കുന്ന DMKക്ക് മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി SDPIയെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ആ പാർട്ടിക്ക് ഭൂഷണമാകില്ല. അവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. അധികാര കൊതിയന്മാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് കരുതി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വളരെ കൃത്യമായി അവരാരെയാണോ മനസ്സിൽ കാണുന്നത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെ വോട്ടെന്നോ എന്ന് പറഞ്ഞുള്ള വോട്ടുകളൊന്നും ലഭിക്കുവാനുള്ള സാധ്യതയില്ല എന്ന് ഇനിയെങ്കിലും ഇത്തരത്തിൽ മണ്ടത്തരം നടത്തുന്ന രാഷ്ട്രീയക്കാർ ഓർക്കുക.